സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പുതിയ ദിവസം കാണുവാൻ ദൈവം നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി തന്നതിനായി ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ ദിവസം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാപ്പിലറി റൈസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം, അതായത് കേശികത്വം എന്നാണ് അതിൻ്റെ മലയാളത്തിലുള്ള വാക്ക്, ഒരു പക്ഷേ നമുക്കറിയാവുന്ന ഒരു പ്രതിഭാസം തന്നെയാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനെതിരായി സൂക്ഷ്മ സുഷിരങ്ങളിൽ കൂടി ദ്രാവകം അല്ലെങ്കിൽ വെള്ളം മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസത്തെയാണ് കാപ്പിലറി റൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേശികത്വം എന്ന് വിശേഷിപ്പിക്കുന്നത്. സസ്യങ്ങൾ അവയുടെ വേരിൽ കൂടി വലിച്ചെടുക്കുന്ന ജലം ഇലകളിലേക്ക് എത്തിക്കുന്നത് ഈ പ്രതിഭാസം വഴിയാണ്. ഓരോ സസ്യവും അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അതിൻ്റെ വളർച്ചയ്ക്ക് അത് അത്യന്താപേക്ഷിതമാണ്. അഥവാ വേരിനരികിൽ വെള്ളമില്ല എങ്കിൽ വേര് വെള്ളമുള്ള ഇടത്തേക്ക് വളർന്നു പോകുന്നു, അവിടെ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്നു. ഒരു ചെറിയ സസ്യത്തിന് പോലും അതിൻ്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് വെള്ളം എന്നുള്ളത് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് വെള്ളത്തിൻ്റെ സമീപത്തേക്ക് അതിൻ്റെ വേരുകൾ വളർന്നിറങ്ങുന്നത്. 1-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്, 3-ാമത്തെ വാക്യം, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. എന്താണ് ഇതിൻ്റെ അർത്ഥം? വാസ്തവത്തിൽ ദുഷ്ടന്മാരെയും നീതിമാന്മാരെയും താരതമ്യം ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണല്ലോ 1-ാം സങ്കീർത്തനം. 1-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യത്തിൽ നാം വായിക്കുന്നത്, ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കയില്ല എന്നത്രേ. 1-ാം സങ്കീർത്തനം 2 കൂട്ടരെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഒന്ന് ദുഷ്ടന്മാരും, രണ്ടാമത്തേത് നീതിമാന്മാരും. ഇതിൽ നീതിമാന്മാരെ സംബന്ധിച്ച് പറയുന്നത്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും എന്നാണ്. അങ്ങനെയുള്ളവർ ദുഷ്ടന്മാരുടെ ആലോചന കൈക്കൊള്ളുന്നില്ല, പാപികളുടെ വഴിയിൽ നിൽക്കുന്നില്ല, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നില്ല. അവർ പിന്നെ എന്താണ് ചെയ്യുന്നത്? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം എങ്ങനെയാണോ അതിൻ്റെ വേര് ആറ്റിലേക്ക് വളർന്നിറങ്ങി വെള്ളം വലിച്ചെടുക്കുന്നത്, അതേപോലെയാണ് നീതിമാന്മാർ എന്ന് ദൈവവചനം നമ്മോട് പറയുകയാണ്. ഈ ആറ്റിലെ വെള്ളം വാസ്തവത്തിൽ ദൈവവചനത്തെ കാണിക്കുന്നു എന്ന് വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നു. അങ്ങനെ ഏറ്റവും ആഴത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നതായ ജലം കാപ്പിലറി റൈസ് അല്ലെങ്കിൽ കേശികത്വം എന്ന പ്രതിഭാസത്തിലൂടെ വൃക്ഷത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ഇലകളിലേക്ക് ചെന്നെത്തുന്നു. ഇതേപോലെ ഒരു വ്യക്തി ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് ദൈവവചനത്തിൻ്റെ ആഴത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ജീവിക്കുന്നതാണ് വാസ്തവത്തിൽ അനുഗ്രഹകരമായ ജീവിതം എന്ന് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത എല്ലാവരെയും ദുഷ്ടന്മാർ എന്നാണ് ദൈവവചനം വിശേഷിപ്പിക്കുന്നത്. അവർ അവിശ്വാസികളാണ്. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കയില്ല എന്നാണ്. നോക്കുക, ഇവിടെ ദുഷ്ടന്മാർ ഒരു വലിയ ന്യായവിസ്താരത്തിലേക്ക് വരുന്നു എന്നെഴുതിയിരിക്കുന്നു. എന്താണ് ഈ ന്യായവിസ്താരം? സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയ, താമസം വിന തന്നിൽ വിശ്വസിക്കുന്ന ശുദ്ധിമാന്മാരെ ചേർപ്പാൻ വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിക്കാണ് ന്യായവിസ്താരത്തിന് മുൻപാകെ നിൽക്കേണ്ടതായി വരുന്നത്.
ഈ ന്യായവിസ്താരത്തെയാണ് വാസ്തവത്തിൽ വെള്ളസിംഹാസനത്തിന് മുൻപിലുള്ള ന്യായവിധി അല്ലെങ്കിൽ അന്ത്യന്യായവിധി എന്ന് തിരുവെഴുത്ത് വിശേഷിപ്പിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതലുള്ളതായ വാക്യങ്ങളിൽ ഈ അന്ത്യന്യായവിധിയെ സംബന്ധിച്ച് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത ഏതൊരുവനും അന്ത്യന്യായവിധിയുടെ മുൻപാകെ നിൽക്കേണ്ടതായി വരും. താങ്കൾ ഈ യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നുവോ? ഇല്ല എങ്കിൽ സ്വർഗീയനാദം ശ്രവിക്കുന്ന ഈ അവസരത്തിൽ അതിന് ദൈവം താങ്കളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ജീവനാഥന്റെ വാക്കുകൾ അനുദിനം ശ്രവിപ്പാൻ കേൾക്കൂ സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്. യഹോവയെ കാത്തിരിക്കുന്നു, ശക്തിയെ പുതുക്കിടുമേ. യഹോവയെ കാത്തിരിക്കുന്നു, ശക്തിയെ പുതുക്കിടുമേ. അവർ ക്ഷീണിച്ചു പോകയില്ല, തളർന്നു വീഴുകില്ല. അവർ ക്ഷീണിച്ചു പോകയില്ല, തളർന്നു വീഴുകില്ല. യഹോവയെ കാത്തിരിക്കുന്നു, ശക്തിയെ പുതുക്കിടുമേ. യഹോവയെ കാത്തിരിക്കുന്നു, ശക്തിയെ പുതുക്കിടുമേ.